ഇന്ത്യൻ പ്രധാനമന്ത്രി ഷങ്കായ് SCO പോയിട്ട് ഷീ ജിൻപിങ്ങിനെ കെട്ടിപ്പിടിക്കുന്നു, പുട്ടിനെ കെട്ടിപ്പിടിക്കുന്നു. അവിടെ പാകിസ്ഥാനും ഉണ്ടായിരുന്നു. ഇവിടുത്തെ പത്രങ്ങളൊക്കെ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററെ കളിയാക്കി. അവസാനം കണ്ടോ എന്താ ഉണ്ടായെന്ന്? റഷ്യ അത് പാകിസ്ഥാന് കൊടുത്തു. അതേപോലെ മറ്റു പല എക്യുപ്മെന്റ്സിന്റെ ധാരണയായെന്ന് പറയുന്നുണ്ട്, എയർ ഡിഫൻസ് സിസ്റ്റം. ഇത്രയേ ഉള്ളൂ ഗെയ്. സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. അതേപോലെ ക്രൂഡിന്റെ ബിസിനസ് ഈ നവംബർ കഴിയുന്നതോടുകൂടി നിർത്താൻ പോവുക എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നു. ഇതിൻ്റെ എല്ലാം കൂടെ പ്രതികാരം കൂടിയാണ് പുടിൻ ഇപ്പം ചെയ്തിരിക്കുന്നത്. ഇന്ത്യ പറഞ്ഞതിനും മുഴുവനും റിജക്റ്റ് ചെയ്തിട്ട് അത് പാകിസ്ഥാന് കൊടുക്കാൻ തീരുമാനിച്ചു. അതായത് നമ്മുടെ ശത്രു രാജ്യത്തിന്, നമ്മളുമായിട്ട് ഇത്രയും ടൈപ്പുള്ള റഷ്യ എന്ന് പറഞ്ഞൊരു രാജ്യം, പുടിൻ അത് പാകിസ്ഥാൻ. അതാണ് ഞാൻ പറഞ്ഞത്, പുടിനെ വിശ്വസിക്കാൻ കൊള്ളുമോ? ഇറാനുമായിട്ട് ഇത്രയും ബന്ധമായിരുന്നു, ഇറാൻ എവിടെ സഹായിച്ചില്ലേ? മറ്റു പല രാജ്യങ്ങളും അവർക്കൊരു ക്രൈസിസ് വന്നപ്പോഴൊന്നും പുടിൻ സഹായിച്ചില്ല. ഇതാണ് വ്ളാദിമിർ പുടിൻ്റെ യഥാർത്ഥ സ്വഭാവം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവിന് ഇന്ത്യനും എക്യുപ്മെന്റ്സും കൊടുത്ത് സഹായിക്കുന്നു. ഇത് തന്നെയല്ലേ മോദിയുടെ ഡിപ്ലോമാറ്റിക് ഫെയിലിയർ എന്ന് പറയുന്നത്. അതുപോലും തടയാൻ കഴിഞ്ഞില്ല. അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ ഇന്ന് കൂട് മേടിച്ച് സാമ്പത്തികമായിട്ട് ആ രാജ്യത്തെ പിടിച്ചു നിർത്തി ഇന്ത്യയെ. ചൈന നേരത്തെ വാങ്ങുമായിരുന്നു, ഇന്ത്യ വാങ്ങുന്നില്ലായിരുന്നു. ഈ റഷ്യയുടെ സ്ഥിതി എന്തായി പോയനെ ആലോചിച്ചിട്ടുണ്ട്? ഇത് തന്നെയല്ലേ അമേരിക്കൻ പ്രസിഡന്റും മറ്റുള്ള രാജ്യങ്ങളും പറയുന്നത്, ഇന്ത്യയാണ് പിടിച്ചു നിർത്തിയത് റഷ്യ. അത് തന്നെയാണ് ഇന്ത്യക്ക് അടി കിട്ടിയിരിക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ലോകത്തുള്ള പല രാജ്യങ്ങൾക്കും ഇന്ത്യയോട് ഈ പറയുന്ന താല്പര്യമൊന്നുമില്ല എന്നാണ്. ട്രംപ് മാറിയത് റഷ്യക്കും കിട്ടിയ ചാൻസ് അനുസരിച്ച് അവൻ പാകിസ്ഥാനെ സഹായിക്കുന്നു. ഇവിടെയാണ് പാകിസ്ഥാൻ ഗെയിൻ ചെയ്തത്, ഇന്ത്യക്ക് മുകളിൽ ഗെയിൻ ചെയ്തത് ഡിപ്ലോമാറ്റിക്കലി. അമേരിക്കയുമായിട്ട് ലോഹ്യമാണ്, ചൈനയുമായിട്ട് അവരുടെ നേരത്തെ പാർട്ട്ണറാണ്, റഷ്യയുമായിട്ട് അതിനേക്കാളും ലോഹ്യമായി. ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം അവൻ വെപ്പൺ മേടിക്കുന്നത്. ഇന്ത്യക്ക് ചൈനയിൽ നിന്ന് വാങ്ങാൻ പറ്റത്തില്ല. ഇതാണ് ഗതികേടെന്ന് പറഞ്ഞ മോദിയുടെ ഭരണത്തിലെ ഡിപ്ലോമാറ്റിക് ഗതികേടാണ് ഈ ദിവസങ്ങളിൽ കാണുന്നത്. ഇത് ഞാൻ നേരത്തെ പല ആവർത്തി പറഞ്ഞപ്പോൾ നിങ്ങളത് തിരസ്കരിച്ചു, നിങ്ങൾ എന്നെ തെറി വിളിച്ചു. ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ മതി മോദിയുടെ ഡിപ്ലോമസി ഫെയിലിയർ ആണോ സക്സസ് ആണോ. ഈ റഷ്യ പാകിസ്ഥാൻ ഡീലിംഗ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഡിപ്ലോമസി ഫെയിലിയർ തന്നെയാണ്.